എല്ലാ കൂട്ടുകാർക്കും ഭവിൻ വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു നെയ്ച്ചോറ് ഉണ്ടാക്കിയല്ലോ. നല്ല അടിപൊളി നെയ്ച്ചോറാണ്, ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. അപ്പോൾ അതിൻ്റെ വേണ്ടിയ കൂട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് ഗ്രാമ്പു, കുറച്ച് ഏലക്ക, കുറച്ച് പൂവ്, കുറച്ച് കറുവപ്പട്ട, പിന്നെ കുറച്ച് ജീരകം. നിങ്ങളുടെ ഷാജീരകം എന്ന് പറയുന്നൊരു ജീരകമുണ്ട്, അതുണ്ടല്ലോ അത് എടുത്തോളൂ. പിന്നെ നമ്മുടെ ബേ ലീഫ്, അത് ഇലയുണ്ടല്ലോ അത്, അത്രയും കാര്യങ്ങൾ എടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു സവാള, അത് നല്ല തീരെ നൈസായിട്ട് അരിയണം. ഒരു 2 പച്ചമുളക്, അത് നീളത്തിലരിഞ്ഞിട്ട് അതിനെ 4ആയിട്ട് ഇങ്ങനെ മുറിക്കുന്ന പോലെ. പിന്നെ ഒരു ലെമൺ, അത്രയും കാര്യങ്ങൾ എടുക്കുക. എന്നിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചെരുവം പോലത്തെ, ഇച്ചിരി വീതി വേണം കേട്ടോ, അതായത് ഇടുങ്ങിയിട്ടിരിക്കുന്ന പാത്രം വേണ്ട. അതുപോലത്തെ പാത്രത്തിലേക്ക് ഒരു ചെരുവ് എടുത്ത് അതിനകത്തേക്ക് ഫസ്റ്റ് നെയ്യ് ഒഴിക്കാം കേട്ടോ. ഞാൻ നെയ്യ് ഒഴിച്ചിരിക്കുന്നത്. നെയ്യ് ഒഴിച്ച് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അതിലേക്കിട്ട് കണ്ടോ. അത്യാവശ്യം ഒരു നല്ലൊരു വലുപ്പമുള്ള വട്ടത്തിനുള്ള ഒരു ചെരുവം തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അങ്ങനെ വേണം, അല്ലെങ്കിൽ ലാസ്റ്റ് അതങ്ങ് വേവിച്ച് വയ്ക്കുമ്പോഴത്തേക്ക് അതങ്ങ് മൊത്തത്തിൽ വെന്ത് പോകും. അതിന് വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് അത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കൂട്ടെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റി, സവാള എല്ലാം നല്ലപോലെ വഴന്ന ശേഷം അതിലേക്ക് വെള്ളം ഒഴിക്കുക. അപ്പോൾ ഇതിനകത്ത് വെള്ളം ഒഴിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന അരിയാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന അരിക്ക് 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളമാണ്. അപ്പോൾ ആ ഒരു കണക്ക് വെച്ചാണ് ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വെള്ളത്തിലേക്ക് ഒരു ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നാരങ്ങാ നീര്, അത് പിഴിഞ്ഞൊഴിക്കുക. അതുപോലെ തന്നെ പിന്നെ ഇതിനകത്ത് നിങ്ങൾ വിശ്വസിക്കത്തില്ലാത്തൊരു കാര്യം, ഞാൻ ഒരു ടീസ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ പഞ്ചസാര നമ്മളിപ്പോൾ ഇവിടെ പച്ചമുളക് ഇടുന്നുണ്ട്, നാരങ്ങ നീര് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയാണ് 1 ടീസ്പൂൺ പഞ്ചസാര ഇടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടി ഇട്ടിട്ട് നമുക്കതങ്ങ് അടച്ചു വയ്ക്കാം. അതൊന്ന് നല്ലപോലെ വെട്ടിത്തിളയ്ക്കണം. അപ്പോൾ വെട്ടിത്തിളയ്ക്കട്ടെ, നമുക്ക് അടച്ചു വെക്കാം. ആ സമയത്ത് നമുക്ക് അരി ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഗന്ധസാല എന്ന് പറയുന്ന റൈസാണ് എടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം, അത് കറക്റ്റ് അങ്ങനെ തന്നെ ഒഴിക്കണം കേട്ടോ. എന്നിട്ട് അത് കുതിർത്തൊന്നും വയ്ക്കാനില്ല, നമുക്ക് ഡയറക്റ്റ് കഴുകി അതിനകത്തേക്ക് തന്നെ ഇടാം. അപ്പോൾ ഇത് വെള്ളം നല്ലപോലെ വെട്ടിത്തിളച്ച് കഴിഞ്ഞു. അപ്പോൾ നമുക്കൊന്ന് തീ കുറച്ചിടാം. എന്നിട്ട് നമ്മുടെ അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തവിയും വെച്ചൊന്ന് ഇളക്കി കൊടുത്ത് അത് പിന്നെ നമ്മളതങ്ങ് അടച്ചു വയ്ക്കുകയാണ്. അടച്ചു വെച്ച് നല്ലപോലെ അങ്ങ് തിളച്ചല്ലേ. അപ്പോൾ എന്താ ചെയ്യുന്നത്, ഇതിനത് തീ കുറച്ചിട്ടിട്ട് ഇച്ചിരി ഒന്ന് അടപ്പ് ഒന്ന് പൊടിക്ക് മാറ്റി അത് അവിടെ ഇരുന്നങ്ങോട്ട് വേകട്ടെ. എന്നിട്ട് അപ്പോഴത്തേക്ക് ആയി. എന്നിട്ട് എന്താ നമ്മൾ എങ്ങനെ വേവ് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞെങ്കിൽ, നമ്മൾ ലാസ്റ്റ് അതങ്ങ് ഇരുന്നിരുന്നങ്ങ് വറ്റണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ 1-2 തവണ മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുത്തായിരുന്നു ചോറ് വേകുന്ന സമയത്ത്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു തവിയും കൂടെ നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വെള്ളമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അത് റെഡി ആയി കഴിഞ്ഞു. അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞെങ്കിൽ, ഒരു ചീനിച്ചട്ടിയിൽ എന്തിലേലും നെയ്യ് തന്നെ ചൂടാക്കി അതിനകത്തേക്ക് കാഷ്യൂനട്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രൈ ഗ്രേപ്സ് ഇടാം. ഞാൻ ഇട്ടിട്ടില്ല, എനിക്ക് അതിനോട് അത്ര ഇതില്ലായിരുന്നു. അപ്പോൾ കാഷ്യൂനട്ട് മാത്രമാണ് ഇട്ടത്. കാഷ്യൂനട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് അത് അതിനകത്തേക്ക് മൊത്തത്തിലൊന്ന് ഒഴിച്ചു കൊടുത്തു. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ഇട്ടു. അപ്പോൾ അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അതൊന്ന് മൊത്തത്തിലൊന്ന് ആ നടുഭാഗമൊക്കെ അങ്ങോട്ട് എടുത്തൊന്ന് തവിയിട്ടൊന്ന് മുകളിലേക്ക് കൊണ്ടുവരണം കേട്ടോ, താഴേന്ന്. അല്ലെങ്കിൽ അത് തന്നെ അവിടെ ഇരുന്ന് അങ്ങോട്ട് വെന്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടെ എടുത്തിട്ടൊന്ന് മൊത്തത്തിൽ മിക്സാക്കി അതൊന്ന് അടച്ചു വെച്ചേക്കോട്ടെ. ഒരു 3-4 മിനിറ്റ് സ്റ്റൗവിൽ നിന്ന് മാറ്റി വയ്ക്കണം. ഇനി ചൂട് വരാൻ പാടില്ല. അപ്പോൾ മാറ്റി വെച്ച് അത് അവിടെ ഇരുന്നിട്ട് ഒന്നുകൂടെ ഒന്ന് സെറ്റാവണം. അത്രയേ ഉള്ളൂ, നമ്മുടെ ഗീ റൈസ് നെയ്ച്ചോറ് റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഒത്തിരി നെയ്യ് വേണ്ടെങ്കിൽ ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.